അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ നയിക്കാൻ വനിതകൾ. അമ്മ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി. ചരിത്രത്തിൽ ആദ്യമായാണ് അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തുന്നത്. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും മാറ്റത്തിനു വേണ്ടി പ്രതീക്ഷിക്കുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. യു കെൻ സീ ഇറ്റ്. ആദ്യമായിട്ട് അമ്മ ഒഫീഷ്യൽ അമ്മയായി. ഒരു മീറ്റിംഗ് ചെയ്യണം. നമ്മളുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഒരുപാട് കുറച്ച് തീരുമാനങ്ങൾ എടുക്കുക. അത് കഴിഞ്ഞ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാവരും ഒരുമിച്ച് പെണ്ണങ്ങി ഒന്നുമല്ല, അവരെല്ലാവരും നമ്മളുടെ ഫാമിലി പാർട്ടാണ്. പ്ലീസ്, ദേ ആർ മോസ്റ്റ് വെൽക്കം. അവരുടെ സ്വന്തം കുടുംബമാണ്. ആർക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള ആൾക്കാർ, ഇവിടുന്ന് പോയ ആൾക്കാർ തിരിച്ചു വരാം. അത്രേ ഉള്ളൂ. സൂര്യശ്രീ കൊച്ചിയിലെ ലുലു മാരിറ്റ് ഹോട്ടലിൽ നിന്നും തത്സമയം ചേരുകയാണ്. അവിടെയായിരുന്നു ഇന്ന് അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. സൂര്യ, അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അത് ചരിത്രമായി മാറുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സ്ഥിതി? ആരൊക്കെയാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ അവിടെ എത്തിയത്? എത്ര മെമ്പേഴ്സിന്റെ ആകെ വോട്ടുണ്ടായിരുന്നു? ഒപ്പം ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ പ്രതികരണങ്ങൾ, അതിൽ കൃത്യമായ ചില നയങ്ങളുണ്ട് എന്ന് ശ്വേതാ മേനോൻ പുതിയ പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തല്ലോ. വിവാദങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണോ സൂര്യ? ഏറെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലൊക്കെ ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ അമ്മ താരസംഘടനയുടെ പുതിയ ഭാരവാഹികളെ ഇതാ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അമ്മയുടെ അംഗങ്ങൾ തന്നെ കൂട്ടായ ഒരു തീരുമാന തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് അമ്മയുടെ തലപ്പത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ എത്തുന്നു. ശ്വേതാ മേനോനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ശ്വേതാ മേനോനും ദേവനും തമ്മിലായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം. ശ്വേതാ മേനോന് 159 വോട്ടുകളാണ് ലഭിച്ചത്. പക്ഷേ ശ്വേതയുടെ ഈ വിജയത്തെ ദേവൻ തന്നെ നോക്കിക്കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വിജയത്തിന് ശേഷം കാണുന്നത്. ശ്വേതാ മേനോൻ അമ്മ എന്ന സംഘടനയുടെ അമ്മയാണെങ്കിൽ താൻ അമ്മ എന്ന സംഘടനയുടെ അച്ഛനാണെന്നാണ് പ്രസിഡന്റ് സ്ഥാനത്ത് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ദേവൻ തന്നെ അഭിപ്രായപ്പെട്ടത്. നിലവിൽ കൂടുതൽ അംഗങ്ങളും വനിതകളാണ് ഇത്തവണ മത്സരിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനാണ് ജയിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയുമാണ് വിജയിച്ചിരിക്കുന്നത്. ഏറെ വിവാദങ്ങളൊക്കെ തന്നെയുണ്ടായിരുന്നു. അമ്മ തെരഞ്ഞെടുപ്പ് ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ അമ്മ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ പിന്നാലെ തന്നെ വളരെയധികം വിവാദങ്ങളെ തുടർന്നാണ് ആദ്യത്തെ ജനറൽ ബോഡി പിരിച്ചുവിട്ടത്. അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വാദപ്രതിവാദങ്ങളായി നിരവധി താരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പരസ്പരം ചേരി തിരിഞ്ഞുള്ള ഒരു വിവാദങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുവാനായി സാധിച്ചു. മെമ്മറി കാർഡ് വിവാദം, അതുപോലെ തന്നെ ശ്വേതാ മേനോനെതിരായ ആരോപണ വിധേയർ മത്സരിക്കുന്നതടക്കമുള്ള വിവിധ വിവാദങ്ങളൊക്കെ തന്നെ അമ്മ താരസംഘടനയുടെ അകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ പരസ്പരം ആളുകളും താരസംഘടനയുടെ അംഗങ്ങളായിട്ടുള്ളവരൊക്കെ തന്നെ പരസ്പരം ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇതാ ഈ തെരഞ്ഞെടുപ്പിന് അവസാനം ഒരു വനിത തന്നെ താരസംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായി ചരിത്രത്തിൽ ആദ്യമായി ഒരു 21 വർഷത്തെ ചരിത്രമുള്ള അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത തന്നെ എത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചതെല്ലാം വനിതകൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ആശയങ്ങൾ, വനിതകളൊക്കെ തന്നെ സിനിമാ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പക്ഷേ ഈ വനിത തന്നെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്നത് കൂടി ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. നിലവിൽ പ്രധാന അജണ്ടകളൊക്കെ തന്നെയും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണമെന്ന് തന്നെയാണ് വിജയിച്ച സ്ഥാനാർത്ഥികൾ എല്ലാവരും പറയുന്നത്. ഇതിൽ സ്ത്രീയില്ല, പുരുഷനില്ല, അമ്മയുടെ മക്കളുടെ ഒരു വിജയമാണെന്നാണ് എല്ലാ വിജയിച്ച സ്ഥാനാർത്ഥികളും അഭിപ്രായപ്പെട്ടത്. അവരുടെ ഒരു കൂട്ടായ ഒരു വിജയമാണ്. ഒരു പുതിയ ഒരു ഭാരവാഹിത്വം അമ്മയ്ക്കുണ്ടായിരിക്കുന്നു. ഒരു പുതിയ നേതൃനിര അമ്മ എന്ന താരസംഘടനയ്ക്കുണ്ടായിരിക്കുന്നു. അതും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ അവർ ആ ഒരു വിജയത്തെ നിലവിൽ ഇപ്പോൾ അകത്ത് കൊണ്ടാടുകയാണ് ഈ വിജയം. ഏതായാലും കൂടുതൽ വനിതകളുള്ള ഒരു നേതൃനിര തന്നെ അമ്മയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളുടെയും പ്രശ്നങ്ങൾ ഒരുപോലെ ഉൾക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കായി പ്രവർത്തിക്കുന്നുവെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രസിഡന്റ് ശ്വേതാ മേനോനും അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥി ദേവൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സൂര്യശ്രീ. എന്തായാലും ആ രീതിയിൽ അമ്മ സംഘടനയ്ക്ക് പുതിയ നേതൃത്വം വരുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. വലിയ മാറ്റങ്ങൾ ഒന്നുമല്ലെങ്കിൽ കൂടി എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തന്റെ ഭാഗത്തുണ്ടാകും എന്നാണ് പുതിയ അധ്യക്ഷ ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരുമായും കൂടിയാലോചിച്ച ശേഷം മാത്രമേ എടുക്കൂ എന്ന കാര്യം കൂടി വ്യക്തമാക്കുകയായിരുന്നു ഇന്ന് ശ്വേത.